നമസ്കാരം. നിയന്ത്രണ രേഖ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ അന്ധകാരനഴി തീരത്ത് നിന്ന് നേരിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ തീരദേശത്തിന്റെയും ഉറക്കം കെടുത്തുന്ന മീനാകുമാരി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്, തീരദേശ ജനതയുടെ ആശങ്കകൾ നേരിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് നമ്മൾ ഒത്തുചേരുന്നത്. രാജ്യത്തിന്റെ സമഗ്രമായ മത്സ്യബന്ധന നയം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി എങ്ങനെയാണ് തീരദേശ ജനതയുടെ മുഴുവൻ പേടി സ്വപ്നമായി മാറിയത് എന്ന അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. ഒപ്പം പരിഹരിക്കാം എന്ന് ഇതുവരെയായി പല ഘട്ടങ്ങളിലായി മുന്നോട്ട് വെച്ച് കിട്ടിയ നിർദ്ദേശങ്ങളുടെയും ഉറപ്പുകളുടെയും അവസ്ഥ ഇവരുടെ മനസ്സിലെ ആശങ്ക എത്രത്തോളം അകറ്റിയിട്ടുണ്ട് എന്നും. നിയന്ത്രണ രേഖ ഇന്ന് ചർച്ച ചെയ്യുന്ന ചോദ്യം ഇതാണ്: മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് തീരദേശത്തിൻ്റെ പേടി സ്വപ്നമാകാതിരിക്കാൻ എത്ര കൃത്യമായ ഉറപ്പുകൾ ആവശ്യമുണ്ട്? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ പുരുഷൻ ഏലൂർ, ഡോക്ടർ KG പത്മകുമാർ, ഇന്റർനാഷണൽ ബിലോ സീ ലെവൽ ഫാമിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടനാടിന്റെ ഡയറക്ടർ, ഒപ്പം ശ്രീ ചാൾസ് ജോർജ്, കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ TJ ആഞ്ചലോസ്, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AATUC സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ ലാൽ കോയിപ്പറമ്പിൽ, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സെന്റർ പ്രസിഡന്റ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ AN രാധാകൃഷ്ണൻ, ഒപ്പം തീരദേശത്തെ ജനങ്ങളും പ്രേക്ഷകരുമാണ്. ആദ്യം ശ്രീ പുരുഷനേലൂർ, ഇതുവരെയും പലതരത്തിൽ എങ്ങനെയാണിത് തീരത്തെ ബാധിക്കുന്നത്, കടലിനെ ബാധിക്കുന്നത് എങ്ങനെയാണ്, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ. അതിനുശേഷം കേന്ദ്രത്തിൻ്റെ അടുത്ത് നമ്മൾ പരാതിയായി പോയി, പല രീതിയിലുള്ള ആവലാതികൾ ബോധിപ്പിച്ചു, പല രീതിയിലുള്ള ഉറപ്പുകൾ കിട്ടി. അതിനുശേഷവും ബാക്കിയാകുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ തീരത്തിൻ്റെ ശരിയായ ആശങ്കകൾക്കുള്ള മറുപടി ഇതുവരെയായി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു 1991 ശേഷം ഉണ്ടായിട്ടുള്ള രാജ്യത്ത് നടപ്പാക്കി വരുന്ന നവ ലിബറൽ നയങ്ങൾ, അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മീനാകുമാരി റിപ്പോർട്ടും ഉണ്ടായിട്ടുള്ളത്. അതിന് ഇടയിൽ സംഭവിച്ച ഡോക്ടർ മുരാരി കമ്മിറ്റി റിപ്പോർട്ട്, അതായിരുന്നു ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ആശാവഹമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ 91 ശേഷം ഈ നയങ്ങൾ തുടർന്നു വന്ന സർക്കാർ സമഗ്ര മത്സ്യനയം 2004 പ്രഖ്യാപിക്കുമ്പോഴും എല്ലാം തന്നെ വിദേശ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ചെറിയ ചെറിയ നടപടികളും വലിയ വലിയ നടപടികളുമാണ് എടുത്തുകൊണ്ട് വന്നിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് ഇപ്പോൾ മീനാകുമാരി റിപ്പോർട്ടിലൂടെ നമ്മൾ കാണുന്നത്. സാധാരണ ജനവിഭാഗങ്ങൾ, അതായത് കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവിത ഉപാധികൾ അല്ലെങ്കിൽ ജീവനോപാധികൾ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളും നാളിതുവരെയുള്ള കമ്മിറ്റികൾ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ചാൾസ് ജോർജ്, പക്ഷേ പല രീതിയിൽ നിവേദനങ്ങൾ പോയി. നമ്മുടെ മന്ത്രിമാർ ചെന്നു, മുഖ്യമന്ത്രി ചെന്നു, എല്ലാ തീരദേശ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരുടെയും സംസ്ഥാനങ്ങളുടെ നേരിട്ടുള്ള പരാതിയുമൊക്കെ കേട്ട ശേഷം കേന്ദ്രം പറഞ്ഞു വിദേശ ട്രോളറുകൾ അനുവദിക്കില്ല, കൂടുതൽ ആശങ്കയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചർച്ച ചെയ്ത ശേഷമേ നടപ്പാക്കുകയുള്ളൂ എന്ന്. അത് വിശ്വസിക്കാവുന്ന വാഗ്ദാനമാണോ? ഞങ്ങളാരും കേരളത്തിൽ ഈ കഞ്ഞി കുടിക്കുന്ന അരിഭക്ഷണം കഴിക്കുന്ന ആരും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. 4 കാരണങ്ങളാൽ ഞങ്ങളുടെ ആശങ്ക ഇന്നും നിലനിൽക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നം, ഇതൊരു നയത്തിൻ്റെ പ്രശ്നമാണ്, പോളിസിയുടെ പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം, ബ്ലൂ റവല്യൂഷൻ എന്നൊരു പ്രഖ്യാപനം. ബ്ലൂ റവല്യൂഷൻ ഉൽപ്പാദന വർധന നമുക്ക് പ്രശ്നമില്ല, പക്ഷേ അത് ഉൽപ്പന്നത്തെയാണ് കാണുന്നത്, ഉൽപ്പാദനത്തെയാണ് കാണുന്നത്, ഉൽപ്പാദകനെ കാണുന്നില്ല എന്ന ഗൗരവമേറിയ വിമർശനം ഞങ്ങൾക്കുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, ഇതിലെ സ്റ്റേക്കാരുടേതാണ്, ആരുടേതാണ് നിക്ഷേപം? ഇന്ത്യൻ കുത്തക കമ്പനികൾ മത്സ്യമേഖലയിൽ ഓരോ പേരിൽ ഇൻഡി ഫിഷറീസ്, ഇൻഡോച്ചം ഫിഷറീസ്, ഫോർച്യൂൺ ഫിഷറീസ് എന്നൊക്കെ പേരിൽ കമ്പനി ഫ്ലോട്ട് ചെയ്യും. ലാത്വിയ, റഷ്യ, തായ്ലൻഡ്, തായ്വാൻ അവിടെ നിന്ന് കപ്പൽ കൊണ്ടുവരും. വിദേശ കമ്പനികൾ അമേരിക്കയിലെ ഷിവാനി മെഴ്സറോൺ, അമേരിക്കയിലെ കൺസോൾട്ടേറ്റ് സീ ഫുഡ്, ജപ്പാനിലെ മിറ്റ്സുബിഷി, ജർമ്മനിലെ AM പ്രൊഡക്റ്റ്. അപ്പോൾ ഇന്ത്യൻ കുത്തകകളും അന്തർദേശീയ കുത്തകകളും ആ രാജ്യത്ത് 38,000-ഓളം കപ്പലുകൾ പണിയില്ലാതെ അട്ടപ്പുറത്ത് വെച്ചിരിക്കാൻ. മീൻ തീർന്നു. 15 ഫിഷിംഗ് ഗ്രൗണ്ട് ലോകത്തുണ്ട്, അതിൽ 2 ഫിഷിംഗ് ഗ്രൗണ്ടിൽ ഇനി മത്സ്യമുള്ളൂ. അത് ഇന്ത്യയിൽ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമാണ്. അപ്പോൾ മത്സ്യസമ്പന്നമായ ഈ കടലിനെ ലക്ഷ്യം വെച്ച് ഈ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ആശങ്ക. നാലാമത്തെ പ്രശ്നം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സ്യമേഖലയ്ക്ക് ഒരു മന്ത്രിയില്ല, ഒരു വകുപ്പില്ല. ഈ മേഖലയിൽ വരുന്ന മന്ത്രി പുങ്കവന്മാരൊക്കെ തന്നെയും ഈ മേഖലയുമായി ബന്ധമില്ലാത്തവരാണ് നയരൂപീകരണ കേന്ദ്രങ്ങൾ. മോഡിയും കുത്തകളും തമ്മിലുള്ള ബന്ധം അത് പഴയ നയത്തിൻ്റെ അവിഛിന്നമായ അവിരാമമായ തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആശങ്ക ഇന്നും ശക്തവും പ്രബലവുമായി നിലനിൽക്കുന്നത്. ശ്രീ ആഞ്ചലോസ്, പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ ശത്രുക്കളല്ല എന്ന് റിപ്പോർട്ടിന് രൂപം നൽകിയവരും റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചവരും ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാത്ത രീതിയിൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് വാദിക്കുന്നവരുമൊക്കെ പറയുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള തിരുത്തലുകൾ സാധ്യമാണോ?
ഇത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ് മീനാകുമാരി കമ്മിറ്റിയെ നിയമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാർ ഉള്ള ക്യാബിനറ്റാണ് ഈ കമ്മിറ്റിയെ നിയമിക്കുന്നത്. അപ്പം മുരാരി കമ്മിറ്റി എന്ന് പറയുന്നത് പാർലമെൻറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ രാജ്യത്താകമാനം പര്യടനം നടത്തി എല്ലാ സ്ഥിതിവിവര കണക്കുകളും ശേഖരിച്ചുകൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ടതിന് പകരം വീണ്ടും ഒരു മീനാകുമാരി കമ്മിറ്റി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ പരസ്യമായി നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള അനുവാദമാണ് നൽകുന്നത്. അതിനെതിരെയാണ് പ്രതിഷേധം വളർന്നു വരുന്നത്. പക്ഷേ ശ്രീ ലാൽ കോയിപ്പറമ്പൻ, ഇപ്പോൾ BJP വന്നു കഴിഞ്ഞു. BJPയും പറഞ്ഞത് ആശങ്കകൾ പരിഹരിച്ച് നടപ്പാക്കുമെന്നാണ്. നമ്മുടെ BJP സംസ്ഥാന ഘടകം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതും ആശങ്കകൾ പരിഹരിച്ച് നടപ്പാക്കണമെന്ന് തന്നെയാണ്. ഈ മീനാകുമാരി കമ്മിറ്റിയുടെ ഏത് ഭാഗമാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ഇത് 1991 പുതിയ ന്യൂ ഡീപ് സീ ഫിഷിംഗ് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്, 91 സാമ്പത്തിക നയത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടുവന്ന ന്യൂ ഡീപ് സീ ഫിഷിംഗ് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വിദേശ കപ്പലുകൾ വരുന്നത്. അതിനെതിരായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒന്നുപാടും നടന്ന പ്രചണ്ഡമായ സമരത്തിൻ്റെ ഫലമായിട്ട് 96 മുരാരി കമ്മിറ്റി നിയമിക്കുന്നു, 90 റിപ്പോർട്ട് കൊടുക്കുന്നു. അന്നത്തെ ഗവൺമെൻറ്, 98 ഗവൺമെൻറ്, എനിക്ക് തോന്നുന്നു ദേവഗൗഡ ഗവൺമെൻറ് വിദേശ കപ്പലുകളുടെ ലൈസൻസ് 2001 കൂടി നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ട് പുറംവാതിലിലൂടെ 32 കമ്പനികൾക്ക് ഇതിന് ലൈസൻസ് കൊടുക്കുന്നു. അല്ല 11 കമ്പനികൾക്കും 32 വെസൽസിനും കൊടുക്കുന്നു. നമ്മൾ ഇതിൻ്റെ അകത്തൊരു കള്ളക്കളി മൊത്തത്തിൽ നടക്കുന്നുണ്ട്. കാര്യം ഈ 1991 നയത്തിനെതിരായിട്ട് നടന്ന സമരത്തിൻ്റെ ഫലമായിട്ട് മുരാരി കമ്മിറ്റി നിയമിക്കുകയും മുരാരി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാൻ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്തതിനെ സാബുട്ടാഷ് ചെയ്തുകൊണ്ടാണ് കൊമേഴ്സ് മിനിസ്റ്റർ തീരുമാനമെടുക്കുന്നത്. ഈ കൊമേഴ്സ് മിനിസ്റ്റർ തീരുമാനമെടുക്കുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ഈ പോളിസിക്കെതിരാണ്. മുരാരി കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചതാണ്. ആ സമയത്ത് ആരും മിണ്ടിയില്ല. ഇന്ത്യയിലെ ഒരു മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനവും ഒരു മത്സ്യത്തൊഴിലാളി നേതാക്കളോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മിണ്ടിയില്ല, കണ്ണടച്ചു കൊടുത്തു. ഇനി മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട്, മീനാകുമാരിയെ നിയമിക്കുമ്പോൾ നിലവിലിരിക്കുന്ന പോളിസി അവരുടെ അടുത്ത് ചോദിച്ചത് 1904 കമ്മിറ്റിയുടെ റിപ്പോർട്ട് റിവ്യൂ ആണ്. അപ്പോൾ 1904 കമ്മിറ്റി ഉണ്ടായിരുന്ന ആരും അറിഞ്ഞില്ല. അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക സാഹചര്യം എങ്ങനെ വളർത്താമെന്നുള്ള ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് പോലും ആരും കണ്ടില്ല. 2004 കമ്മിറ്റിയെ റിവ്യൂ ചെയ്യാനാണ് മീനാകുമാരിയെ നിയമിക്കുന്നത്. മീനാകുമാരി റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറയുന്നത് ഏതാണ്ട് 750 ഫോറിൻ വെസൽസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഷബാനു കമ്മിറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ കൊല്ലം നമ്മുടെ കേരള സർക്കാർ പഠിപ്പിച്ചപ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് 1 ലക്ഷം ടൺ മത്സ്യത്തിൻ്റെ കുറവ് സംഭവിച്ചു എന്ന് പറയും. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇവർക്ക് മത്സ്യബന്ധനത്തിന് അനുവാദം കൊടുക്കുന്ന ഒരു റെക്കമെൻഡേഷൻ എന്ത് മാറ്റം വരുത്തിയാണ് ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്നത്? കാരണം BJP സംസ്ഥാന ഘടകം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ യോഗത്തിലും ആവശ്യപ്പെട്ടതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിച്ചത് നടപ്പാക്കണം എന്ന്. അങ്ങനെ പരിഹരിച്ച് എന്ത് ബാക്കി ഉണ്ടാകും ഈ റിപ്പോർട്ടിലെന്നാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന നേതാക്കൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് 2013-2014 കാലയളവ് 9 മാസം കൊണ്ടാണ് ഈ മീനാകുമാരി കമ്മീഷൻ വരുന്നത്. ഈ 9 മാസത്തിനുള്ളിൽ ഇത് കോൺഗ്രസ്സാണ് നിയമിച്ചത്, BJP നിയമിച്ചതല്ല. ഇതിലാകെ 4 സിറ്റിംഗാണ് നടന്നത്. ഈ 4 സിറ്റിങ്ങിൽ 3 സിറ്റിംഗ് നടന്നത് ഡൽഹിയിലാണ്, 1 സിറ്റിംഗ് നടന്നത് മദ്രാസിലാണ്. അപ്പോൾ ഈ 4 ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ 9 മാസ കാലയളവിനുള്ളിൽ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയി കോൺഗ്രസ് നേതാക്കന്മാർ ചർച്ച നടത്തി അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രത്യേകത ഇത് വലിയ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഒരു കമ്മീഷനെ കുറിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങളിത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചില്ല. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച അല്ല, ഒരു മിനിറ്റ് ഞാനത് പറഞ്ഞോട്ടെ ഷാനി, ഞാൻ ഈ ചർച്ച അഞ്ചലോസേ ഒരു മിനിറ്റ് ഞാനത് പറഞ്ഞിട്ട് താങ്കൾ അതിനെക്കുറിച്ച് പറഞ്ഞോ? നിങ്ങൾ ഇല്ലാത്തതിന് കയറി വെടിവെക്കുന്ന ആളുകളല്ലേ? ഇവിടെ കേരളത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇവർ പറ്റിക്കുകയാണ്. ശുദ്ധ തട്ടിപ്പ് സംഘമാണ് LDF-ന്റെ UDF-ന്റെ ആളുകൾ. ഇവരെന്താ ചെയ്യുന്നത്? ഈ ഭരണം അറിയാം, ആഞ്ചലോസിന്റെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ഭരിച്ചിട്ടുള്ള കേരളത്തിൽ കാലവർഷം വരുമ്പോൾ ഈ റേഷൻ കടയുടെ മുമ്പിൽ സൗജന്യ റേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സൃഷ്ടിച്ച് ഇവരല്ലേ? നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞാൽ മതി, ഇത്രയും ആളുകൾ കേൾക്കാണ് ചോദിക്കുന്നത്. ഒരു തീരദേശത്തെ സാക്ഷിയാക്കി താങ്കൾ പറഞ്ഞാൽ മതി. ആശയക്കുഴപ്പമാണെങ്കിൽ താങ്കൾ വ്യക്തമാക്കിയാൽ മതി. മീനാകുമാരി കമ്മീഷൻ നടപ്പാക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതിന് താങ്കൾ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുന്നത് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കില്ല എന്ന് നടപ്പാക്കി ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളിപ്പോൾ നാഷണൽ ഒരു മിനിറ്റ്
ഞങ്ങളുടെ നാഷണൽ എക്സിക്യൂട്ടീവിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ചക്കെടുത്തു. ഞങ്ങൾ പറഞ്ഞു മീനാകുമാരി കമ്മീഷനെ സംബന്ധിച്ച് പഠനങ്ങൾ ആവശ്യമുണ്ട്. മീനാകുമാരി കമ്മീഷൻ ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടി പോകുന്നില്ല. പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ബ്ലൂ റെവല്യൂഷൻ ആവശ്യമുണ്ട്. ഈ പാവപ്പെട്ടവൻ്റെ തലയിൽ കൊട്ടയിൽ മത്സ്യം വെച്ച് ഈ അമ്മമാർ മൈലുകളോളം താണ്ടി പാവപ്പെട്ട അമ്മമാർ മത്സ്യം വെക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്ന മത്സ്യത്തൊഴിലാളി നേതാക്കന്മാർ ശാസ്ത്രീയമായി നിങ്ങൾ വിഷയങ്ങളെ കാണുക. നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരായി വാചാലമായി സംസാരിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി ഡോക്ടർ പത്മകുമാർ, ഇതിൽ വ്യക്തമായൊരു മറുപടി രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിലൂടെയോ സംഘടനയുടെ കണ്ണുകൾക്ക് അപ്പുറത്തു നിന്ന് ആവശ്യമുണ്ട്. ഡോക്ടർ മീനാകുമാരി തന്നെ പറയുന്നുണ്ട്, ഞാൻ ചേർത്തലക്കാരിയാണ്, ഇവിടുന്ന് വളരെ കുറച്ചടുത്ത്, മലയാളികളാണ് കമ്മിറ്റിയിലുള്ളവരെല്ലാം, കേരളത്തിൻ്റെയും മറ്റ് തീരദേശത്തെയും നന്നായി അറിയാവുന്ന ജീവിതത്തിലൂടെ പരിചയമുള്ള ആളുകളാണ്, തീരദേശത്തിന് വിനാശകരമായ ഒന്നും ഞങ്ങളുടെ റിപ്പോർട്ടിൽ ഇല്ല എന്ന് ഡോക്ടർ മീനാകുമാരി പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് തിരുത്തലോടുകൂടി നടത്തിയാൽ മതിയോ, അതോ ഇത് കേരളത്തിൻ്റെയും രാജ്യത്തെ മുഴുവൻ തീരദേശ മേഖലയ്ക്കും വിനാശകരമാണ് എന്നത് അംഗീകരിച്ച് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകണം? നമ്മുടെ തീരക്കടൽ മത്സ്യമേഖല അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലോട്ട് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് വന്നത്. മുൻകാലങ്ങളിൽ ധാരാളം ഇത്തരത്തിലുള്ള ഇതിനേക്കാൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുള്ള റിപ്പോർട്ടുകളും പഠന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ 20ഓളം നിർദ്ദേശങ്ങളുണ്ട്. ഒരു 4-5 നിർദ്ദേശങ്ങളാണ് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്, ഒരുപാട് ആശങ്ക പരത്തുന്നതാണ്. പ്രത്യേകിച്ചും ആഴക്കടലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 500 മീറ്ററിനപ്പുറത്തുള്ള പ്രദേശത്ത് വിദേശ കമ്പനി കപ്പലുകളെ, ഇൻഡസ്ട്രിയൽ കപ്പലുകൾ വന്ന് മത്സ്യബന്ധനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്ക് അതിനപ്പുറത്തോട്ട് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഇതിനിടയ്ക്ക് തന്നെ 200-നും 500-നും ഇടയ്ക്കുള്ള മേഖല ഒരു നിർവീര്യ മേഖലയായിട്ട് പ്രഖ്യാപിക്കണം, ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. നമുക്കറിയാം നമ്മുടെ തീരക്കടലിലെ ഉൽപ്പാദനം ഏതാണ്ട് പരമാവധി കിട്ടാവുന്നതിനോട് അടുത്തിരിക്കുന്നു. ഇനി ഉൽപ്പാദനം വർദ്ധിക്കില്ല. ഒരു കണക്ക് ഈ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗത മത്സ്യയാനങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു 5%. അതേപോലെ തന്നെ മോട്ടറൈസ്ഡ് ബോട്ട്, അതായത് OBM ഫിറ്റ് ചെയ്ത എണ്ണം തന്നെ അതും കുറയുന്നു. യന്ത്രവൽകൃത ബോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ആഴക്കടലിലോട്ട് മത്സ്യോൽപാദനത്തിന് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുത്ത് കൊണ്ടുപോകുന്നതിനുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് അതിനുള്ള ശേഷിയില്ലെന്നും അതുകൊണ്ട് വിദേശ കമ്പനിക്കാർ വന്ന് വിദേശ ട്രോളറുകൾ കപ്പലുകൾ വന്ന് പഠിപ്പിക്കണമെന്നും നമ്മുടെ ഭരണാധികാരികൾ കൊള്ളില്ല. അതുകൊണ്ട് നമുക്ക് വിദേശ ഭരണാധികാരികളെ കൊണ്ടുവരാം. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മോശമാണ്, അതുകൊണ്ട് വിദേശത്തു നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ വന്ന് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളൊക്കെ നടത്തട്ടെ എന്ന് പറയുന്നതിന് തത്തുല്യമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അവർക്ക് പറയാനുണ്ടാവും. കൃത്യമായിട്ടും ഉൽപാദകരെ കാണുന്നില്ല എന്നാണ് ശ്രീ ചാൾസ് ജോർജ് നേരത്തെ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. തുറമുഖം പിക്കറ്റ് ചെയ്യണം, തുറമുഖം പിക്കറ്റ് ചെയ്യാം, എന്ത് ആവശ്യത്തിനും നമ്മൾ രംഗത്തോട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവരാരും ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര തൊഴിലാളികളുണ്ട്. ഞങ്ങൾ സമരത്തിന് വേണ്ടി അങ്ങേയറ്റം വരെ നിൽക്കുക. ഈ ചാൾസ് ജോർജിനോട് പലപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെമ്പാടും 91 ലക്ഷം മത്സ്യത്തൊഴിലാളികൾ മുരാരി റിപ്പോർട്ടിന് വേണ്ടി പ്രക്ഷോഭരംഗത്തിറങ്ങി 2 ദിവസം പണിമുടക്ക് നടന്ന രാജ്യമാണ്. ഞാൻ ശ്രീ രാധാകൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുന്ന ഒരാളാണ്. എന്താണെന്നറിയോ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാധാകൃഷ്ണൻ്റെ പാർട്ടി ഒരു പ്രത്യേക കമ്മിറ്റി വെച്ചു, ഫിഷറി നയം രൂപീകരിച്ചു. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പോകുന്ന മത്സ്യക്കപ്പലുകൾ മുഴുവൻ ഡി ഫാക്ടോ ഇന്ത്യൻ വെസൽസ് ആയിരിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 1. 2, ഒരു കാരണവശാലും ജോയിൻറ്റ് വെഞ്ചേഴ്സ് അനുവദിക്കരുത്. ആ നിലപാട് 10 മാസം കഴിഞ്ഞിരിക്കുകയാണല്ലോ. മീനാകുമാരി റിപ്പോർട്ട് വന്ന് 8 മാസം കഴിഞ്ഞിരിക്കുന്നു. BJP ഒന്നും ചെയ്യണ്ട, അവരുടെ നയം പ്രഖ്യാപിച്ച് അത് നടപ്പാക്കിയാൽ മതി. ഈ പറയുന്ന ഇത് പാർലമെന്റിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഫിഷറീസ് മന്ത്രിമാർ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ BJP സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് ഇത് ആവശ്യമായ പഠനം നടത്തി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് അടിവരയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾ മീനാകുമാരി കമ്മീഷൻ അംഗീകരിക്കുന്നില്ല. ജനങ്ങളെ വളരെ പച്ചയായി വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് BJP സ്വീകരിച്ചിട്ടുള്ളത്. യോഗം വിളിച്ചു കൂട്ടിയത് കേന്ദ്ര കൃഷിമന്ത്രിയല്ല, സഹമന്ത്രിയാണ് വിളിച്ചു കൂട്ടിയത്. ആ യോഗത്തിൽ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. ആ യോഗത്തിൽ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് BJPക്ക് മുരാരി കമ്മിറ്റിയുമായിട്ട് നിങ്ങളും ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്ത്, മുരാരി കമ്മിറ്റിയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് പറയാൻ പാടില്ല. ഒരു ശാസ്ത്രീയമായ പഠനമല്ലായിരുന്നു അത്. മുരാരി കമ്മിറ്റിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നതിന് പരിപോഷരാക്കുന്ന പരിശീലനങ്ങൾ കൊടുക്കാൻ തയ്യാറാകണമെന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എനിക്ക് യോജിപ്പാണ്.
മുരാരി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പഠനത്തിൽ ഞങ്ങൾ പങ്കാളികളായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിക്കും. മത്സ്യത്തൊഴിലാളികൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഇന്നത്തെ കാലത്ത്. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വേദനാജനകമാണ്. അവരുടെ മത്സ്യബന്ധന പ്രവർത്തനത്തിന് തടസ്സമായിട്ടാണ് ഈ കമ്മീഷൻ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ അവരുടെ അതിർത്തി ലംഘിച്ച് ചെല്ലുന്ന ഏത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ പോലും വെടിവെച്ചിടണം എന്നാണ് അവിടുത്തെ പ്രധാനമന്ത്രി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ വലിയ ഒരു രാജ്യമായ നമ്മളുടെ അതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്താനായിട്ട് വിദേശ ട്രോളുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഈ റിപ്പോർട്ട് അത് എന്താകും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. കേന്ദ്ര സർക്കാരിന് കുറ്റം പറയാനോ അല്ലെങ്കിൽ മീനാകുമാരി കമ്മീഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 107% പോലും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണെന്നറിയില്ല. ഇന്ന് തീരപ്രദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് പിന്നെ ഞങ്ങളുടെ പോറ്റമ്മയായ കടലിൽ നിന്ന് ഞങ്ങളെ ആട്ടിപ്പോയിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ രാഷ്ട്രീയമല്ല പ്രധാനം. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥമായ ഒരു ശാശ്വതമായ ഒരു പരിഹാരം. മത്സ്യത്തൊഴിലാളികൾക്ക് മാന്യമായി കടലിൽ പോയി തങ്ങളുടെ മക്കളെ പോറ്റുവാൻ വേണ്ട, തങ്ങളുടെ അടിസ്ഥാന വർഗത്തെ സംരക്ഷിക്കാൻ വേണ്ട, തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട തൊഴിലിടം, തങ്ങളുടെ ഒറ്റമ്മ, ഇതെല്ലാം നിലനിർത്തി സംരക്ഷിക്കേണ്ട ബാധ്യത ഏത് ഗവൺമെന്റിനാണെങ്കിലും ഉണ്ട്. അതിനോട് ഞാൻ മുന്നോട്ട് വന്നോളാം. ശാസ്ത്രീയമായി ഇനിയും പരിശോധിക്കപ്പെടേണ്ടതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത്രയധികം ഭീഷണി നേരിടുന്ന ഒരു മേഖലയോട് ഇതൊരു കമ്മിറ്റി റിപ്പോർട്ടിനെ മാത്രം ചോദ്യോത്തരമാക്കി മാറ്റുന്നതും ക്രൂരതയായിരിക്കില്ലേ? ഈ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പോകുന്ന വെസൽസ്, മീൻ പിടിക്കാൻ പോകുന്നവരുടെ സുരക്ഷിതത്തെ പറ്റി ചിന്തിക്കണം. അതിനുള്ള ലൈസൻസിങ് സിസ്റ്റം ഉണ്ടാവണം, വെസൽ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാവണം, അതുപോലെ തന്നെ വെസൽ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാവണം. എവിടെ പോകുന്നു, എവിടെ കിടക്കുന്നു, എവിടെ ഒന്ന് മീൻ പിടിക്കുന്നു എന്നറിയാനുള്ള അത്യന്താധുനികമായ സംവിധാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള മത്സ്യബന്ധന രീതിയല്ല. ഇന്ന് GPS-ഉം അത് വളരെ അത്യന്താധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് മത്സ്യം പിടിക്കുന്നത്. അപ്പോൾ അതിന് ആകത്തക്ക രീതിയിൽ മത്സ്യത്തൊഴിലാളികളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കാൻ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് പറഞ്ഞു അതിനുള്ള മുഴുവൻ തുകയും 100% തുകയും അവർ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവസരമായിട്ടെടുത്ത് മത്സ്യമേഖലയെ വികസിപ്പിക്കാനുള്ള ഒരു സാധ്യത കണ്ടെത്തണം. വെസൽ മോണിറ്ററിംഗ് സിസ്റ്റം, സർവൈലൻസ്, ഇതൊക്കെ നമുക്ക് സായിപ്പിൻ്റെ ഇവിടുത്തെ ഒറ്റ കപ്പൽ ലൈസൻസ് പരിശോധിക്കുന്നുണ്ടോ? മീനാകുമാരിക്ക് മുമ്പ് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഡോക്ടർ SI ഇന്നത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 2002 തൊട്ട് ഇന്ത്യയിൽ വന്ന 120ഓളം കപ്പലുകൾ ഒരൊറ്റെണ്ണം പോലും ഇന്ത്യക്കാരുടേതായിട്ട് മാറിയില്ല, പച്ചയായ കൊള്ള നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവർക്കൊന്നും മോണിറ്ററിങ്ങും ഇല്ല, സർവൈലൻസും ഇല്ല. നമുക്ക് 12 നോട്ടിക്കൽ മൈലിന് വെളിയിലേക്ക് നമ്മുടെ വഞ്ചി പോയാൽ ഇന്നിപ്പോൾ ആരെ പിടിച്ചു നിർത്തുന്നത്? മോണിറ്ററിങ് ഇവിടെ കോസ്റ്റ് ഗാർഡ് പിടിച്ചു നിർത്തുകയാണ്. എടുക്കട എവിടെയാണ് നിങ്ങളുടെ ചീഫ് എഞ്ചിനീയർ? വഞ്ചി പോകുന്ന ഒരാൾ ചീഫ് എഞ്ചിനീയർ വെച്ച് അവിടെ എന്ത് പറയും? എവിടെയാണ് നിന്റെ സ്കിപ്പർ? എന്ത് സ്കിപ്പർ? ഈ അണ്ടർവെയർ ഇട്ട് മീൻ പിടിക്കാൻ വേണ്ട തൊഴിലാളികൾ, നിന്റെ സ്കിപ്പർ എവിടെയാണെന്ന് വെച്ചാൽ അവരെന്ത് ഉത്തരം പറയും? പാസ്പോർട്ട് വേണം, മീൻ പിടിക്കാൻ പാടില്ല, സ്രാവ് പിടിക്കാൻ പാടില്ല. സ്വയാർജിതമായ കഴിവ് കൊണ്ട് കണ്ടെത്തിയ മത്സ്യത്തൊഴിലാളി സമൂഹം ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരെ ആധുനികവൽക്കരിക്കുക, അവർ പിടിക്കുന്ന മത്സ്യം ശാസ്ത്രീയമായി കരയിലെത്തിക്കുക, അങ്ങനെ അതിനെ ആധുനികവൽക്കരിക്കുകയും അവരുടെ സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം വിദേശ രാജ്യങ്ങളിലെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ ഇവിടെ കൊണ്ടുവരാൻ ആര് ശ്രമിച്ചാലും ജീവൻ കൊടുത്തും ഇന്ത്യയിലെയും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ശ്രമിക്കും. കേരളത്തിലെ ഫിഷറീസ് മന്ത്രി കേരളത്തിലെ കടലോരങ്ങളുമായി ബന്ധപ്പെട്ട് എന്താവശ്യങ്ങളാണ് ഉന്നയിച്ചത്? പരിശോധിക്കണ്ടേ? കേരളത്തിൽ ഒരു ഫിഷറീസ് മന്ത്രിയില്ല, കേരളത്തിൽ കള്ളുമന്ത്രിയാണുള്ളത്. ഫിഷറീസിനെ കുറിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി നേരമില്ല. ഒരു മിനിറ്റ്. അപ്പൊ കേരളത്തിൽ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകൾ നടത്തിയിട്ടില്ല. രണ്ടാമത്തെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മീനാകുമാരി എന്ന് പറയുന്ന ആ മീനാകുമാരി കമ്മീഷനിൽ ഒരു മത്സ്യത്തൊഴിലാളി നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങളെടുത്തൊരു നിലപാട്, കേന്ദ്ര കൃഷിമന്ത്രി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച നടത്തി. ഞങ്ങൾ പറഞ്ഞിങ്ങനെ കേരളത്തിൽ ഒരുപാട് ആശങ്കകൾ, പ്രതാപനെപ്പോലുള്ള ആളുകൾ യാത്ര നടത്തുന്നു, കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിലെ കടലോരങ്ങൾ നടത്തി, ഇതൊരു ആശങ്കയുണ്ടല്ലോ. ഞങ്ങൾക്ക് പ്രധാനമായി തോന്നിയത് ഇതൊരു സംഘടിതമായ കരുനീക്കമാണ്. ഞങ്ങൾ മീനാകുമാരി കമ്മീഷൻ ഞാൻ ചോദിക്കട്ടെ, ആകാശത്തുനിന്നൊരു സാധനം മെനഞ്ഞെടുത്ത് അതിനെതിരായി ഹർത്താൽ നടത്തി, അതിനെതിരായി ചർച്ച നടത്തി, ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്നതിന് പകരം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള 9 മാസം കൊണ്ട് റിപ്പോർട്ട്, ഇന്ത്യയിൽ പല റിപ്പോർട്ടുകളുണ്ട്, ഷാനിക്ക് അറിയാലോ. ഒരു മീനാകുമാരി മാത്രമല്ല,
ഈ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറയുന്നതിന് പകരം ആ റിപ്പോർട്ട് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടത് മുഖ്യമന്ത്രിമാരോട് ചർച്ച നടത്തി, ഫിഷറീസ് മന്ത്രിമാരോട് ചർച്ച നടത്തുന്നു, മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ പണിയെടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി രംഗത്ത് വലിയ പരിഷ്കരണം BJP ആഗ്രഹിക്കും. ആ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ശാസ്ത്രീയമായി മത്സ്യമേഖലയെ ചിട്ടപ്പെടുത്തും. ഞങ്ങൾ പറയുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരു സമരവും നടക്കില്ല. എന്താ പ്രധാനമന്ത്രി പറഞ്ഞാൽ മതി ഈ റിപ്പോർട്ട് പിൻവലിക്കുന്നു, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് നടപ്പിലാക്കില്ല. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒറ്റ മനുഷ്യനും പറഞ്ഞിട്ടില്ല. UPA സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയാണല്ലോ ഇത്. അത് BJP പറഞ്ഞല്ലോ. ഇത് BJP സർക്കാരിന് കൊണ്ടു നടക്കണമെന്ന് എന്താ ബാധ്യത? അപ്പാടെ അങ്ങ് തള്ളിക്കളയുന്നത് നിങ്ങൾ. ഈ സർക്കാർ കയറിയത് BJP കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾക്കെതിരായ വിജയത്തിന്റെ ഭാഗമായല്ലേ. അതുകൊണ്ട് ആ വോട്ടിനോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട ബാധ്യത രാധാകൃഷ്ണ നിങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ട്. നിങ്ങളത് ഇത്ര നേരം ചർച്ച ചെയ്തിട്ടും അത് പറയുന്നില്ല. ഏതെങ്കിലും ഒരു മന്ത്രാലയത്തിന് കീഴിലാക്കേണ്ട ഒരു സംവിധാനമല്ല കടലെന്ന് പറയുന്നത്. നമ്മൾക്ക് എൻവയറമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. എന്തുകൊണ്ട് കടലിനെ സംരക്ഷിക്കാൻ ഒരു നിയമം കേന്ദ്രത്തിന് ഉണ്ടായിക്കൂടാ? മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിലെ 4-5 നിർദ്ദേശങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഭൗതിക ശാസ്ത്രത്തോടൊപ്പം സാമൂഹ്യ ശാസ്ത്രവും കൂട്ടിച്ചേർക്കാത്തതാണ് അതിൻ്റെ അപാകത. സാമൂഹികമായ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടിട്ട് ശാസ്ത്രജ്ഞന്മാർ റിപ്പോർട്ട് എഴുതുമ്പോഴാണ് അത് പരിപക്വമായ ഒരു റിപ്പോർട്ടാകുന്നത്. ഇത് വെറും ഒരു റോ സയൻസാണ്. അതിനപ്പുറത്തോട്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കണ്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. റിപ്പോർട്ട് പൂർണ്ണമായിട്ട് തള്ളിക്കളയുക എന്ന് പറയുന്നതിനപ്പുറം അപാകതകൾ നീക്കിക്കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് സാമൂഹിക യാഥാർത്ഥ്യം കൂടി കാണുന്ന ഒരു റിപ്പോർട്ട് വേറെ ഉണ്ടാകാം. ഒരുപാട് പഠനങ്ങളുടെ പിൻബലത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. റിപ്പോർട്ടുകളിലും കുറെ പോസിറ്റീവ്. ഇവിടുത്തെ കേന്ദ്ര പ്രശ്നം എന്താണ്? മീനാകുമാരിയോട് 4 കാര്യം പരിശോധിക്കാൻ പറഞ്ഞു. ഈ 4 കാര്യങ്ങളിലും 2004 നയം പരിശോധിക്കാൻ അത് ഭാവി തലമുറയ്ക്ക് വിട്ടുകൊടുത്തു. നമ്മുടെ തീര സംസ്ഥാനത്ത് നമ്മുടെ അടുത്തുള്ള കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഫിഷറി മാനേജ്മെന്റ് ഓർഗനൈസേഷൻ നാം ഉണ്ടാക്കണം. ഇന്ത്യ വലിയ രാജ്യമാണ്. പ്രശ്ന സങ്കീർണമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ഞാൻ സൂചിപ്പിച്ചു ഭൗതിക ശാസ്ത്രത്തോടൊപ്പം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും സാമൂഹ്യ ശാസ്ത്രം, കടലിന്റെ ശാസ്ത്രം, തീരത്തിന്റെ ശാസ്ത്രം കൂടി ഉൾക്കൊള്ളിക്കാതെ ഒരു റിപ്പോർട്ടിനും മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് വിശ്വാസം നേടിയെടുത്ത് മുന്നോട്ട് പോകാനാകില്ല എന്നതിൻ്റെ ഉത്തമമായ തെളിവ് കൂടിയാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ. ഏത് റിപ്പോർട്ടിൻ്റെ പേരെന്ത് എന്നുള്ളതിനേക്കാളപ്പുറം ഓരോ നിർദ്ദേശത്തിനും തീരത്തിന് പറയാനുള്ള ചിലത് കൂടി കേൾക്കാതെ തീരത്തിന് അറിയുന്നത്ര കടലിനെ മറ്റാർക്കാണ് അറിയുക, മറ്റേത് ജനതയ്ക്കാണ് അറിയുക എന്നുള്ള സാമാന്യമായ ചോദ്യം തന്നെയാണ് നമ്മുടെ ചർച്ചയ്ക്കും ഇന്നുണ്ടാകുന്ന ഉത്തരം. അത്തരത്തിൽ തീരത്തിൻ്റെ ആശങ്കകൾക്ക് പരിഹാരമായി അല്ലാതെ ഒരു റിപ്പോർട്ടിന് മുന്നോട്ട് പോകാനാകില്ലെന്ന പൊതുവികാരം പങ്കുവച്ചുകൊണ്ട് നിയന്ത്രണം പൂർണ്ണമാകുന്നു. നമസ്കാരം.